ആ കിടക്കുന്നൊരു ആക്സിഡൻ്റ് ഉണ്ട്. 3 വാഹനങ്ങൾ, ഒരു ഓട്ടോ, ഒരു പുതിയ ഫ്രോൺസ്, ഒരു ഐട്ടണ്. ആ ഐറ്റം നമ്മൾ കൊടുത്തിട്ടുള്ള വാഹനമായിരുന്നു. എല്ലാ വീഡിയോയിലും ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയുന്നതാണ്, വാഹനം പേര് മാറിക്കഴിഞ്ഞാൽ ഇൻഷുറൻസ് ഒരു കാരണവശാലും ഇൻഷുറൻസ് പേര് മാറാൻ വിട്ടു പോകരുത് എന്നുള്ളത്. ഭാഗ്യവശാൽ ആയിട്ടുണ്ട്, കാര്യപ്പെട്ട പരിക്കുകളൊന്നുമില്ല. ജസ്റ്റ് ബമ്പർ, അതേപോലെ ഒരു ബോണറ്റിൻ്റെ ഭാഗത്ത് ചെറിയൊരു സ്ക്രാച്ച് വന്നു. അങ്ങനെ ചെറിയ പരിക്കുകൾ മാത്രമേ വന്നതുള്ളൂ. പക്ഷേ ആ വാഹനത്തിൻ്റെ ഇൻഷുറൻസ് പഴയ ആളെ പേരിലും RC പുതിയ ആളെ പേരിലാണ്. പക്ഷേ ആ തട്ടിക്കിടക്കുന്ന ഫ്രോൺസിൻ്റെ കംപ്ലീറ്റ് ടോട്ടൽ ലോസ്, അതായത് ചെറിയ ടോട്ടൽ ലോസിൻ്റെ അത്രയും വരുന്ന രീതിയിൽ വർക്ക് വന്നു. 2 എയർ ബാഗ് ഔട്ടായി, ഫ്രണ്ടേജ് കംപ്ലീറ്റ് പോയി. TP രജിസ്ട്രേഷനിൽ നിൽക്കുന്നൊരു വാഹനം കൂടി ആയത്. വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ ആവാത്ത ഒരു വാഹനം, കഴിഞ്ഞ 3-ാം മാസം ഇറങ്ങിയിട്ടുള്ളൊരു വാഹനമാണിത്, ആ ഫ്രോൺസ്. എന്തായാലും ആ വാഹനം അത്യാവശ്യം വർക്കുള്ളതുകൊണ്ട് ടോട്ടൽ ലോസിലേക്ക് പോകാനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ ഞാൻ വീണ്ടും നമ്മുടെ ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മുടെ വാഹനം എടുക്കാൻ ഏകദേശം 100ന്റെ മുകളിൽ എല്ലാ മാസം നമ്മുടെ ഡെലിവറി കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അത്രയും വാഹനങ്ങളുടെ ഇൻഷുറൻസ്, നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ അല്ലെങ്കിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാഹനങ്ങൾ, നമ്മുടെ അടുത്തല്ല പുറത്തുനിന്ന് എവിടെയെങ്കിലും പർച്ചേസ് ചെയ്ത സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങിയവരാണെങ്കിൽ ഇൻഷുറൻസ് ഒരു കാരണവശാലും നിങ്ങളുടെ പേരിലേക്ക് മാറാതെ നിൽക്കരുത്. മാറാതെ നിന്ന് കഴിഞ്ഞാൽ RC മാറിയിട്ടും ഇൻഷുറൻസ് നിങ്ങളുടെ പേരിലേക്ക് മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ 1 രൂപ പോലും ക്ലെയിം കിട്ടൂലല്ലോ, ഒന്നും കിട്ടില്ല. വെറുതെ മാനം നോക്കി നിൽക്കേണ്ടി വരും. RC മാറിയ ഓൺ ദ സ്പോട്ട് സൈറ്റിൽ മാറിക്കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ അത് വെച്ചിട്ട് ഇൻഷുറൻസ് കമ്പനി പോവുക, ഇൻഷുറൻസ് പേര് മാറ്റുക എന്നല്ലാതെ വേറെ അടുത്ത റിന്യൂവൽ വരെ വെയിറ്റ് ചെയ്യാൻ നിൽക്കുക, അല്ലെങ്കിൽ മറ്റുള്ള രീതിക്ക് നിന്ന് കഴിഞ്ഞാൽ ഇൻഷുറൻസിന്റെ ഭാഗത്തേക്ക് ഇൻഷുറൻസിനെ പറ്റി പിന്നെ ചിന്തിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. ഇത്തരം ആക്സിഡന്റ് നടന്നു കഴിഞ്ഞാലാണ് പിന്നെ പലപ്പോഴും ഇതെന്താ ഇനി എങ്ങനെ മാറ്റാൻ നോക്കുക എന്നുള്ളതിനെ പറ്റി ചിന്തിക്കുക. അപ്പോൾ അങ്ങനെ ചിന്തിച്ചിട്ടൊരു കാര്യമില്ല. നിങ്ങളുടെ വാഹനത്തിന്റെ ഇൻഷുറൻസ് RC നിങ്ങളുടെ പേരിൽ തന്നെയാണെന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഉറപ്പുവരുത്തുന്നു. ഒന്നും കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഇതുവരെ മാറ്റാത്തവരുണ്ടെങ്കിൽ വേഗം ഇൻഷുറൻസിന്റെ ഓഫീസിൽ പോയി മാറ്റാമെന്ന് ശ്രമിക്കുക.